ഹലോ ഹൗ ആർ യു ഗൈസ്? വെൽക്കം ബാക്ക് ടു 4K. ഇപ്പോൾ സമയം രാത്രി 11:30. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഷാർജയിലെ ഒരു കിടിലൻ ഫുഡ് സ്പോട്ടിലാണ് കേട്ടോ. അഫ്ഗാൻ തന്തൂർ റെസ്റ്റോറൻറ്റ്. വെളുപ്പിന് 2 മണി വരെ നല്ല തിരക്കുള്ള കിടിലൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ മെനു ഒക്കെ നോക്കി ചിക്കൻ്റെ 3 ഐറ്റംസ് അങ്ങ് ഓർഡർ ചെയ്ത് കേട്ടോ. ആദ്യം നല്ലൊരു മസാല സൂപ്പാണ് ഇവർ കൊണ്ടുവന്ന് വെക്കുന്നത്. ആ മസാല സൂപ്പൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് നല്ല വെജിറ്റബിൾ സലാഡ് വിത്ത് ക്രിസ്പി ഫ്രൈസ് എത്തുന്നത്. അതോടൊപ്പം ചട്നിയും. ആക്ച്വലി ഞങ്ങൾ മട്ടൻ കബോലി കഴിക്കാൻ വന്നതായിരുന്നു, പക്ഷെ അത് നേരത്തെ കഴിഞ്ഞു പോയി. ടൊമാറ്റോ ചട്നി, മുളക് ചട്നി, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നു. ഓർഡർ ചെയ്ത് 30 മിനിറ്റിന് ശേഷമാണ് വന്നത് കേട്ടോ. നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത് ഒരു ഈജിപ്ഷ്യൻ ലേഡിയാണ് കേട്ടോ. എങ്ങനെയാ? ഇത് അഫ്ഗാനിക്കാരുടെ സ്റ്റൈലിൽ പുലാവ് റൈസ് വിത്ത് തന്തൂരി ചിക്കൻ ആണ് കേട്ടോ, നോർമൽ ഫ്ലേവർ. അടുത്തതായി പുലാവ് റൈസ് വിത്ത് തന്തൂരി ചിക്കൻ സ്പൈസി ഫ്ലേവർ. അറ്റ് ലാസ്റ്റ് അടുത്തതായി കാണിക്കുന്നത് പുലാവ് റൈസ് വിത്ത് മലായ് ചിക്കൻ ആണ് കേട്ടോ. കിടക്കുന്ന കിടപ്പ് കണ്ടോ, അഫ്ഗാനി ഫുഡ്. ഇങ്ങനത്തെ ഫുഡ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ. വല്ലപ്പോഴും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. ഇതൊക്കെ കഴിക്കുന്നവർ നല്ലപോലെ എക്സസൈസ് ഒക്കെ ചെയ്ത് ജിമ്മിലൊക്കെ പോയി ശരീരം ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെയും പോളിസി കേട്ടോ. നമ്മുടെ മിന്നുവിൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യലാണെന്ന് അഫ്ഗാൻ തന്തൂർ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. മിന്നുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. നല്ല നെയ്യൊക്കെ ചേർന്ന് നല്ല കിടിലൻ പുലാവ് റൈസാണ്. റൈസിന് അന്യായ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസിലാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? ഒന്നും പറയാനില്ല. സൂപ്പറാണോ ചേച്ചി? നല്ലതാണോ? വിനീത്, ഹലോ, ഇതൊന്നും കഴിക്കില്ലേ? ഈ സാധനം എനിക്ക് കഴിക്കാനേ പറ്റില്ല, തീരുന്നില്ല. അപ്പൊ എന്റെ പ്ലേറ്റിലെ മുഴുവൻ തീർന്നല്ലോ. അവരുടെ ഇത് കണ്ടോ? ആ കണ്ട് പറ, ഇനി വല്ലതും പറയാനുണ്ടോ? സൂപ്പർ അല്ലേ അല്ലേ? സൂപ്പറാണ്, പക്ഷെ മടുത്ത്. കണ്ടോ? ഈ കഴിക്കല്ലേ അങ്ങനെ പറയാം. ഇതിനകത്തുണ്ട് ഈ സ്പൈസി. എന്റെ പൊന്നോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളം കുടിക്കണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത്ര വെള്ളം കുടിക്കണം. ആക്ച്വലി പിള്ളേർക്ക് കഴിക്കാനാണ് നോർമൽ ചിക്കൻ മേടിച്ചത്, പക്ഷേ അവർ സ്പൈസി എടുത്ത് കഴിച്ചു. അവർക്കത് പറ്റത്തില്ല, സ്പൈസി കഴിക്കുന്നതല്ല പിള്ളേർ. കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഹെവി ആയിട്ട് തോന്നിയത്. ആ സ്പൈസി മാറാൻ വേണ്ടി അവർ ഫ്രീ ആയിട്ട് ഐസ്ക്രീം ഒക്കെ തന്നാണ് വിട്ടു കേട്ടോ. ഐസ്ക്രീം ഉണ്ടോടാ? ഐസ്ക്രീം ഉണ്ടോ? ഇത്രയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വെറും 110 ദിർഹംസ് ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ഐസ്ക്രീം കുട്ടികളിവിടെ ശരിക്കും എൻജോയ് ചെയ്യണം ഗൈസ്. ഇവിടെ വരിക, അറിയാതെങ്കിലും പോയി വരണം. കാരണം എനിക്ക് പനി പിടിച്ചിരിക്കുന്നു, ഞാൻ വരെ കഴിക്കുന്നു. അതും എനിക്ക് എക്സ്ട്രാ അപ്പോൾ ബൈ ബൈ, മാസലാമ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ.